ഇന്ത്യ ടുഡേ, ഡെയിലി ന്യൂസ്, അങ്ങനത്തുള്ള ഡെയിലി ഹണ്ട്, അങ്ങനത്തുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും പിന്നെ അങ്ങനത്തെ ന്യൂസ് ചാനൽസിലെല്ലാം ഇപ്പൊ ഈ സംഭവം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഷിംജിത ദീപക് വിഷയത്തിന്റെ സമാനമായ സംഭവം അത് ബസ്സിലാണെങ്കിൽ ഇപ്പൊ നടന്നിരിക്കുന്ന ട്രെയിനിലാണ്. അപ്പൊ നമ്മളന്ന് വീഡിയോ ചെയ്തപ്പോ പറഞ്ഞൊരു കാര്യമാണ്, ഇനി യഥാർത്ഥത്തിൽ ഇതേപോലെ സ്ത്രീകൾക്ക് നേരെ എന്തെങ്കിലും സംഭവിച്ചാലും ശരിയാണോ തെറ്റാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. നമുക്കറിയാവുന്നതാണ്, പെൺപിള്ളേർക്ക് നേരെ മാത്രമല്ല ആൺകുട്ടികൾക്ക് നേരെയും ഇതേപോലുള്ള നോട്ടവും കാര്യങ്ങളൊക്കെ അത് ഇന്നത്തെ കാലത്ത് കൂടിക്കൊണ്ടിരിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇതേപോലൊക്കെ വീഡിയോ എടുക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതവിടെ ചെയ്യുന്നില്ല. അതിന് പകരം വീഡിയോ എടുത്ത് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുക. ട്രെയിനിൽ നടന്ന കാര്യം കൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് റെയിൽവേ പോലീസിനെ വിളിക്കാവുന്നതാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വീഡിയോ അങ്ങനത്തെ വൾഗർ എന്നുള്ള ലെവലില് ഒന്നും ഇല്ലെങ്കിൽ അയാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോ കാണിച്ചിരുന്ന വീഡിയോയിൽ ഒരുപാട് ആൾക്കാര്, ഒരുപാട് പെൺകുട്ടികൾ ആ വീഡിയോന് ശേഷം എനിക്കും ഇയാളിൽ നിന്ന് സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കുട്ടി അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ പറയാം. ആദ്യമൊക്കെ നമ്മൾ സാധാ ലെവലിൽ വീഡിയോ നോക്കുമ്പോൾ അയാൾ ക്യാമറയ്ക്ക് നോക്കുന്ന പോലെയാണ് അയാളുടെ ഫേസ് ഇരിക്കുന്നത്. പക്ഷെ കുറച്ച് നേരം കൂടി നോക്കിയപ്പോഴാണ് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അയാളിങ്ങനെ ഈ പാമ്പിനെ പോലെ ഇങ്ങനെ വാക്കിട്ടിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ രീതിയിലുള്ള പ്രവർത്തനം ആള് വേണച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ പോലും അതൊരു കാണുന്ന സ്ത്രീക്ക് മോശമായിട്ട് തോന്നും. ഇനിയിപ്പോ നാളെ ഇയാൾക്ക് വല്ല ADHD പോലത്തെ അസുഖങ്ങൾ വേറെ വല്ലതും ഉണ്ടെന്ന് വന്ന് പറയാനും ചാൻസ് ഉണ്ട്. കാരണം ആ ലെവലുള്ള അസുഖമുള്ള ആൾക്കാർക്കുള്ളതാണ് ഇങ്ങനെ ലെവലുള്ള, അതായത് പാനിക് ലെവലുള്ള ഒരു സംഭവമാണത്. പക്ഷെ ഞാനിവിടെ പറയുന്നത് അയാൾക്ക് ADHD ആണെന്നല്ല, ആവാം ആവാതിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുമ്പേ നിങ്ങൾ അവിടെ കറക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കണം. ആ വീഡിയോയിൽ ചോദിക്കണം നിങ്ങൾ എന്തിനാണ് അങ്ങനെ നോക്കുന്നത്, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അടുത്ത് മാറാം. നമ്മുടെ സേഫ്റ്റി നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. റെയിൽവേ പോലീസ് ഉണ്ടല്ലോ അവിടെ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീപകിന്റെയും ഷിംജിത വിഷയം വന്നതുകൂടി നമുക്ക് ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. കാരണം എങ്ങനത്തെ രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഓരോ ആൾക്കാർ ചിന്തിക്കുന്നതും വേറെ വേറെ ലെവലിലാണ്. നിനക്ക് കംഫർട്ടബിൾ ആയി തോന്നുകയാണെങ്കിൽ നിനക്ക് അവിടുന്ന് മാറി നിൽക്കാം. ട്രെയിനിൽ ഒരാള് മാത്രമല്ല ഉണ്ടാവുക, വേറെയും ആൾക്കാരുണ്ടാവും. നമ്മളായിട്ട് നമുക്കുള്ള വള്ളി വരുത്തി വെക്കുകയല്ലേ. ഇങ്ങനത്തെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുമ്പേ തന്നെ കേസ്, അതായത് പോലീസിനെ വിളിച്ചിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാൻ നോക്കുക. ഇനിയെങ്കിലും ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യാത്ത ആൾക്കാരടക്കം ശിക്ഷിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നതിന് പകരം എടുക്കുകയാണെങ്കിൽ വിത്ത് പ്രൂഫ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ അമ്മയമ്മക്കന്മാരൊന്നും എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നത് അറിയോ? ബസ് ഇരുന്ന് ഇങ്ങനെയാണ് ഒരിടത്ത് പെരുമാറുന്നത്. ഇത്രയും പേര് നോക്കിക്കൊണ്ട് നിൽക്കല്ലേ. നിനക്ക് വീട്ടിൽ അമ്മയമ്മക്കന്മാരൊന്നും ഇല്ലേ? നാണോ ഉണ്ടോ? ഇയാളെ മര്യാദയ്ക്ക് ഇറക്കി വിട്ടോ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് നേരെ വണ്ടി വിട്ടോ. അതായിരിക്കും നല്ല മുഖം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ എടുത്തത്. പറഞ്ഞില്ലെന്ന് കേട്ട ഇവിടെ നമുക്കൊരു കൃത്യമായിട്ടൊരു പ്രൂഫ് ഉണ്ട്. ഹി ഡിഡ് ഇറ്റ്.
ഞാൻ പറഞ്ഞു വരുന്നത് ഇതേപോലെ നിങ്ങൾ ഇരുന്ന് കൊടുക്കണം എന്നല്ല, വായ കൊണ്ട് പ്രതികരിക്കുക. എന്തിന് നിങ്ങൾ എന്നെ അങ്ങനെ നോക്കുന്നു? ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ അറിയാലോ. ഇത്ര സമയത്തിന്റെ അപ്പുറം ഒരാളെ നോക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമടക്കം നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അൺകംഫർട്ടബിൾ ആയി തോന്നുകയാണെങ്കിൽ ചോദിക്കാനുള്ള അധികാരം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അധികാരികളോട് പരാതി പറയാനും. പക്ഷെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാനൊരു കമന്റ് വായിച്ചിരുന്നു, ഇതേപോലെ ഒരു അനുഭവം ഇയാളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. വേറെ ആള് വന്ന് കമന്റ് പറയുന്നു, ഇയാളെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനത്തെ രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, എന്റെ അടുത്ത് നൈസായിട്ടാണ് ബിഹേവ് ചെയ്തിറക്കുന്നത്. ആ കമന്റ് ഒന്ന് നമുക്ക് വായിക്കാം. ദേവിക സജീവ് എന്ന് പറഞ്ഞ ആളാണ്. ഐ ഹാവ് സീൻ ദിസ് ഗായ് വൈൽ ട്രാവലിംഗ് ഫ്രം എറണാകുളം ടു ട്രിവാൻഡ്രം ഓൺ January 13th. ഞാനും ഇയാളും മാത്രം ആ ക്യാബിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ആയിരുന്നു ട്രെയിൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. സോ ഐ വാസ് ബിറ്റ് നെർവസ് ബട്ട് ഹി വാസ് സോ നൈസ് ടു മീ ആൻഡ് നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഈ റീൽ നോട്ടീസ് ചെയ്യാൻ കാരണം അയാളുടെ കയ്യിലിരിക്കുന്ന സൂട്ട് കേസാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വൈ ഹി ഈസ് ബിഹേവിംഗ് ടുവേർഡ്സ് യു ലൈക്ക് ദിസ്. സെയിം ആളതിനെ പറ്റിയിട്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ആള് നെഗറ്റീവും. ഈ കുട്ടിക്ക് ഉണ്ടായ പോലെ തന്നെ സമാനമായ സംഭവം എന്ന് പറഞ്ഞിട്ട്. ഐ ആൾസോ ഹാഡ് ദിസ് റിയലി ബാഡ് എക്സ്പീരിയൻസ് വിത്ത് ഹിം ബട്ട് ഐ ഡിഡ് നോട്ട് ടേക്ക് ഇൻ ആക്ഷൻ ഓർ റെക്കോർഡ് പ്രൂഫ് back then. It happened during a trip from Alappuzha to Kannur a couple of months ago. It's really good that you recorded this and posted it. I'm sure this is how he behaved all the time and he should be punished. അപ്പൊ രണ്ട് പക്ഷക്കാരാണ്, രണ്ട് അഭിപ്രായമുള്ള ആൾക്കാരായിരിക്കും. ആ കുട്ടിക്ക് വേണമെങ്കിൽ നോക്കിയത് അൺകംഫർട്ടബിൾ ആയി തോന്നിയിട്ടുണ്ടായിരിക്കാം, മറ്റേ കുട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഈ പോസ്റ്റ് ചെയ്ത ആള് വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സെയിം ആളുടെ. ആ വീഡിയോ വൈറലായതിനു ശേഷം വേറെ ആൾ ഈ കുട്ടിക്ക് അയച്ചു കൊടുത്ത വീഡിയോ ആണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. അതിന്റെ ഹെഡിങ് ആണ് ഓൺലി ഗേൾസ് വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ സ്കെയറി ദിസ് ആക്ച്വലി ഈസ്. നമ്മൾ പ്രതികരിച്ചിട്ട് ആ വീഡിയോ എടുക്കുന്നതിന് അതിനൊരു അർത്ഥമുണ്ട്, അല്ലാതെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഇത് തൊടുന്ന രീതിയിൽ ചെയ്യാന്നല്ല പറയുന്നത്. നിങ്ങൾ അവിടെ പ്രതികരിക്കൂ. എന്തിനാ നിങ്ങൾ അങ്ങനെ നോക്കുന്ന എന്നെ? അവരുടെ നോട്ടം കണ്ട എന്തായാലും എനിക്ക് അത്ര രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടല്ല എന്തായാലും തോന്നുന്നത്. ദിസ് വീഡിയോ വാസ് സെൻഡ് ടു മീ ബൈ അനദർ ഗേൾ ഹു ഫേസ് എ സിമിലർ situation from the same man. To everyone still supporting him, I argue you to watch carefully. I'm not the only victim. I have more videos and I will post them all. It's not about views or reach, it's about reality. Every woman, including me, face harassment, abuse, staring and unwanted touches every time we use public transport or even in public spaces. I don't want to be a victim again. I refuse to become another Shimjida. My message is clear. Stop harassing, stop abusing, stop looking at women that way. Will not stay. അപ്പോൾ സെക്കൻഡ് ടൈം പോസ്റ്റ് ചെയ്തൊരു വീഡിയോ കൂടി നോക്കാം. ഇയാളിപ്പോ ഇങ്ങനെ നോക്കണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ഇയാൾ ആ ഉദ്ദേശത്തോടെയാണ് നോക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ഇതൊരു കേസ് ആവുകയാണെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ വക്കീല് വരാൻ ചാൻസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ എറണാകുളം പോയ സമയത്ത് ഒരാള് ന്യൂഡായിട്ട് സ്കൂട്ടർ ഓടിച്ചു പോവുക. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ആ വിഷ്വൽ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും. ജസ്റ്റ് എന്നും സോഷ്യൽ മീഡിയയിൽ പോകുന്ന പോലെ തന്നെ ആ വീഡിയോ വൈറലാവും. പക്ഷെ നാളെ അയാൾക്ക് എന്തെങ്കിലും മാനസികമായ അസുഖമുണ്ടെന്നോ അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സംഭവം നമ്മുടെ തലയിലിരിക്കും.
ആ സംഭവം കൂടി നമ്മൾ ആലോചിക്കണം. എന്ന് കരുതി അയാൾ ചെയ്ത് ശരിയാന്നല്ല പറയുന്നത്, അങ്ങനെയും ഇതിൽ പ്രശ്നങ്ങൾ വരും എന്ന് പറയുകയാണ്. ഇന്ത്യ ടുഡേ, ഡെയിലി ന്യൂസ്, അങ്ങനത്തുള്ള ഡെയിലി ഹണ്ട്, അങ്ങനത്തുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും പിന്നെ അങ്ങനത്തെ ന്യൂസ് ചാനൽസിലെല്ലാം ഇപ്പൊ ഈ സംഭവം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യനെറ്റ് ന്യൂസിലടക്കം വന്നത് ഇതാണ് യഥാർത്ഥ വഞ്ചനാട് എക്സ്പ്രസിൽ കണ്ണെടുക്കാതെ തുറച്ചു നോക്കുന്ന മധ്യവയസ്കൻ, വീഡിയോ പങ്കുവെച്ച് യുവതി വൈറൽ. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുമ്പേ നിയമപരമായി നിങ്ങൾ അത് നേരിടുക. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന്റെ മുമ്പേ കൃത്യമായിട്ടുള്ള പ്രൂഫ് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കേസിനും എല്ലാത്തിനും പോവുക. ഇതേപോലത്തെ ഒരു വീഡിയോ ഇട്ടതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ഇയാൾ ആ കണ്ണുകൊണ്ടാണ് നോക്കിയത്, നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. നോർമലൈസ് ചെയ്ത് പറയല്ല, വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുമ്പേ നിങ്ങൾ അവിടെ പ്രതികരിക്കാനും കേസ് കൊടുക്കാനും ശ്രമിക്കുക. ഇനി ഒരു ഷിംജിത ദീപക് കേസ് നമുക്ക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കൂടി മാത്രമാണ് പറയുന്നത്, ഇതേപോലത്തെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുമ്പേ കൃത്യമായിട്ടുള്ള പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് കണ്ടതിന് ശേഷം എന്താണ് തോന്നുന്നത് വെച്ച് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കമന്റിൽ പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. പക്ഷെ പ്രൂഫ് ഇല്ലാത്തടത്തോളം കാരണം നമുക്ക് ഒരാളെയും അങ്ങനെ 100% ഇയാൾ തെറ്റാണ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.